പിഷാരടി അഖിൽമാരാർ ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ നമ്മുടെ ആയുധം. കേരളത്തിൽ ഇലക്ഷൻ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സാധാ ചൂടുണ്ട്, ഇലക്ഷൻ ചൂടുണ്ട്. അതിനിടയിലും ചിരിക്കാനുള്ള കുറേ കണ്ടന്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഗേസ്. നമുക്ക് അങ്ങനെ കുറച്ച് കണ്ടന്റ് കണ്ടിട്ട് വന്നാലോ. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. കരണം പൊളിക്കും ഞാൻ. നീ ആരോടാണ് ഈ വർത്താനൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ ആരെന്നറിയാം. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. സ്വാഭാവികം. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. ഒന്ന് പോടാ. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. ഇന്ത്യയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? ഒരു രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു. ആദ്യം ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ നോക്ക്. നാട്ടിൽ കേട്ടിട്ടില്ലാത്തൊരു പാർട്ടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനെടുത്ത ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മുടെ സമയം കളയേണ്ട. സുഹൃത്തെ, എന്താ നിന്റെ പ്ലാൻ?